മലപ്പുറം ജില്ല ഇടതുപക്ഷത്തിന്റെ സൃഷ്ടിയാണ്. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. ആ ഗവൺമെന്റിൽ ലീഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഘടകകക്ഷി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ജില്ല രൂപീകരിക്കാനാവില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അന്ന് അതിനെതിരെ സമരം ചെയ്ത രണ്ട് പാർട്ടിയേ ഉള്ളൂ. ഒന്ന് BJPയുടെ അന്നത്തെ രൂപം ജനസംഘം, രണ്ട് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്ന് ഈ നാരേക്കോവിന്റെ അപ്പുറം വഴിക്കടവിൽ നിന്നൊരു ജാഥ പുറപ്പെട്ടു. ആ ജാഥയുടെ പേര് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ പ്രചരണ ജാഥ എന്നായിരുന്നു. ആ ജാഥയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. പറഞ്ഞു വന്നത് ജില്ലക്കെതിരെ സമരം നടത്തിയതിന്റെ കുറ്റബോധം കോൺഗ്രസിന്റെ മനസ്സിലുണ്ട്. ആ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ പറയുന്നതാണ്. നമുക്കത് ക്ഷമിച്ചു കളയാം, അത്രേ ഉള്ളൂ. മറ്റൊരു ജില്ല രൂപീകരിക്കുമ്പോഴും ഉണ്ടാകാത്ത എതിർപ്പാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോഴുണ്ടായത്. BJPയുടെ ആദ്യ രൂപമായ ജനസംഘവും കോൺഗ്രസും ജില്ലയ്ക്കെതിരെ പ്രത്യക്ഷ സമരവുമായി വന്നു. ആര്യാടൻ മുഹമ്മദ് ആകട്ടെ മലപ്പുറം കുട്ടി പാകിസ്ഥാനാകുമെന്ന് പറഞ്ഞ് ഉപവാസ സമരവും നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും മലപ്പുറം ജില്ലക്കായി വാദിക്കുമ്പോൾ തന്നെ എതിർ പ്രചാരണം ശക്തമായിരുന്നു. ജനസംഘവും കേളപ്പന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും എതിർപ്പുമായി തെരുവിലിറങ്ങി. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടിപ്പാകിസ്ഥാനാകുമെന്നായിരുന്നു പ്രചാരണം. അന്നത്തെ കോഴിക്കോട് DCC സെക്രട്ടറിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് ജില്ലാ രൂപീകരണത്തിനെതിരെ ഉപവസിച്ചു. ജില്ല പ്രഖ്യാപിച്ച ദിനത്തിൽ കേളപ്പനും കൂട്ടരും പ്രതിഷേധ ജാഥ നടത്തി. ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെ നേതാക്കളെ എത്തിച്ചായിരുന്നു ജനസംഘത്തിന്റെ പ്രതിഷേധം. മലപ്പുറം ജില്ല ഞങ്ങൾക്ക് വേണ്ടാറുണ്ട്. കുട്ടികൾ ഇങ്ങനെ കൂവിയാർത്ത്, മുതിർന്നവരുണ്ട് ജാഥയുടെ മുൻപിലൊക്കെ. അങ്ങനെ ഒരു ജാഥ മലപ്പുറം കോട്ടപ്പടിയിൽ നിന്ന് കുന്നുമ്മക്ക് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ല വേണ്ടാറിട്ട് കുറെ ആൾക്കാരുടെ ജാഥ ഇവിടുന്ന് അങ്ങോട്ട് വരുന്നു. ഇത് രൂപീകരിക്കരുത് പറഞ്ഞിട്ട് ഉത്തരേന്ത്യക്കാരായിട്ടുള്ള കുറെ ആൾക്കാർ അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. മലപ്പുറം ജില്ലയുടെ 50ാം ആണ്ട് CPM-ഉം മുസ്ലിം ലീഗുമൊക്കെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുമ്പോഴും കോൺഗ്രസ് നിശബ്ദമാണ്. ജില്ലയ്ക്കെതിരെ സമരം ചെയ്ത ആര്യാടൻ മുഹമ്മദ് നേതാവായി നിൽക്കുമ്പോൾ എങ്ങനെ ആഘോഷിക്കുമെന്നതാണ് കോൺഗ്രസിനെ കുഴക്കുന്ന വൈരുദ്ധ്യം. ഹിന്ദുത്വവാദികൾ മുതൽ ഗാന്ധിയന്മാർ വരെയുള്ളവരുടെ മുൻവിധികളെ അസ്ഥാനത്താക്കിയാണ് മലപ്പുറം 50 ആണ്ട് കടക്കുന്നത്. MK ഷുക്കൂർ, മീഡിയ 1, മലപ്പുറം.